വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് ഇരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് വളരെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടൻറ്റാണ്. എല്ലാവർക്കും ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടൻറ്റാണ് കേട്ടോ. അപ്പം ഒരുപാട് പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി കട്ട വെയിറ്റ് ആയിരുന്നു കേട്ടോ. അതായത് നമ്മുടെ കണ്ടൻറ്റ് വന്നിട്ട് നമ്മളിതിന് മുന്നേ ഹെയർ എങ്ങനെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം അതിനെക്കുറിച്ച് പല വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അല്ലേ. വാക്സ് ചെയ്യുന്നതാണോ ബെറ്റർ, അതല്ല നമ്മൾ ഷേവ് ചെയ്യുന്നതാണോ ബെറ്റർ, എല്ലാത്തിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. പക്ഷേ അതിലൊക്കെ ഒരുപാട് പേരിനോട് ചോദിച്ചിരുന്നു വീറ്റിൻ്റെ ഒരു വീഡിയോ റിവ്യൂ ചെയ്യുക. ആ റിവ്യൂ ഞാൻ ചെയ്തിരുന്നു, നിങ്ങൾ കണ്ടില്ല തോന്നുന്നു. അതൊന്നും എൻ്റെ വീഡിയോ സെക്ഷനിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. വീറ്റ് ക്രീം എങ്ങനെ അപ്ലൈ ചെയ്യണം, അതേപോലെ തന്നെ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ആ ഒരു വീഡിയോ ഞാൻ ഇതിലിപ്പോൾ പറയുന്നില്ല, ലെങ്ത്ത് കൂടിപ്പോവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആ ഒരു വീഡിയോ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അതേപോലെ തന്നെ ആ ഒരു വീറ്റിൽ വീഡിയോ ഞാൻ ചെയ്തപ്പോൾ കുറച്ച് പേര് എന്നോട് ചോദിച്ചിരുന്നു ഈ വീറ്റിൻ്റെ ക്രീം എങ്ങനെ അപ്ലൈ ചെയ്യുന്നത്, അത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഉച്ചത്തെ വീഡിയോ അതന്നെ ആവാം. ഇത് ഗേൾസിന് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ കേട്ടോ. ഗേൾസിന് ഒത്തിരി പേർക്ക് അറിയാത്തുണ്ട് വീറ്റിൻ്റെ ക്രീം. ഇപ്പോൾ ഹെയർ റിമൂവർ ക്രീം കിട്ടിയാൽ പോലും അതെങ്ങനെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ ഏതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ക്രീം. വീറ്റിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ക്രീം തന്നെയാണ് കേട്ടോ. ഇനി അത് നമുക്ക് അപ്ലൈ ചെയ്തിട്ട് റിസൾട്ട് കിട്ടുന്നുണ്ടോ ഇല്ലയെന്ന് അറിയണമെങ്കിൽ ഞാനൊരു ആ ക്രീം അപ്ലൈ ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്ന് ഞാൻ ഈ ഒരു വീഡിയോ കാണിച്ചു തരാം. എനിക്കറിയില്ല, ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ ഒരു ക്രീം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ എപ്പോഴോ വാങ്ങി വെച്ചതാണ്. ബട്ട് എനിക്ക് ഇതുവരെ ഞാൻ വീഡിയോയിലേക്ക് വേണ്ടിയിട്ടൊന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഒരു വീഡിയോത്തിൽ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആക്കാം. നമ്മളെല്ലാത്തിനും ഇത് വെറൈറ്റി ആയിട്ടുള്ള കണ്ടന്റ് ആണ് കേട്ടോ. ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കണ്ടന്റ് ആണ്. അപ്പോൾ ഗേൾസിനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ ഒരു വീഡിയോ. അതല്ലാതെ ആ ഒരു ക്രീം എങ്ങനെ അപ്ലൈ ചെയ്യാം അത് എന്നതിനെ കുറിച്ചും, പിന്നെ അതേപോലെ തന്നെ അത് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല, അതിന് റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്ന് നമുക്കറിയണം അല്ലേ. അപ്പോൾ ആ ഒരു റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്ന് ഇല്ലെന്നൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പം ഒട്ടും വാക്സ് ചെയ്യാത്ത ഒരാളുടെ, ഇപ്പം നമുക്ക് കൈയൊക്കെയാണ് വാക്സ് ചെയ്യുന്നത് വെച്ചാൽ ഒട്ടും വാക്സ് ചെയ്യാത്ത ഒരാളുടെ കൈക്ക് പെട്ടെന്ന് ക്രീം അപ്ലൈ ചെയ്തിട്ട് നമുക്കറിയാൻ പറ്റും അത് റിസൾട്ട് കിട്ടുന്നുണ്ടോ ഇല്ലേന്ന്. അപ്പം നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ എന്തായാലും നിങ്ങൾക്ക് എന്താ പറയുക റിവ്യൂ ആയിട്ടല്ല കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ കാണിച്ചത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വേഗം സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുമ്പ് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം വരെ എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടക്കാതെ വാച്ച് ചെയ്യണമെങ്കിൽ തൊട്ടടുത്ത് വരുന്ന ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത്. ഇത് മാത്രമേ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടക്കാതെ വാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കൊരു അടിപൊളി യൂസ്ഫുൾ വീഡിയോ വേഗം സ്റ്റാർട്ട് ചെയ്യാം ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഫുൾ ലെങ്ത്തുള്ള ടോപ്പ് മിഡി ഇടാതിരിക്കുക, അല്ലെങ്കിൽ ലെഗിൻസ് ആയാലും ശരി പാൻറ്റ്സ് ആയാലും ശരി ഫുൾ ലെങ്ത്തുള്ള ഇടാതിരിക്കുക. നമുക്ക് ഏകദേശം മുട്ടുംകാല് വരെയുള്ള മിഡിയോ അല്ലെങ്കിൽ ജീൻസോ അങ്ങനത്തെ 3/4 ടൈപ്പിലുള്ള ജീൻസൊക്കെ ഇടുന്നതിന് വലിയ പ്രശ്നമല്ല കേട്ടോ. അപ്പം ഇത് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഇപ്പം ഒട്ടും തന്നെ വാക്സ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഏറ്റവും ബെറ്ററാണ് വീറ്റിൻ്റെ ഹെയർ റിമൂവർ ക്രീം. ഏറ്റവും ബെറ്ററാണ് കേട്ടോ. പിന്നെ ഞാൻ ആദ്യം വിചാരിച്ചു ഇത് അത്ര റിസൾട്ട് കിട്ടില്ല എന്ന്, പക്ഷെ ഒരു മനസ്സോടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. എന്തായാലും റിസൾട്ട് കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയാണ്. ബട്ട് എനിക്ക് ഇതിൽ പ്രശ്നം എന്താണെന്ന് തോന്നി വെച്ചാൽ, നമ്മൾ ആദ്യം ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ കുറച്ചൊക്കെ അപ്ലൈ ചെയ്താൽ മതി കംപ്ലീറ്റ്ലി അത് റിമൂവ് ആവാൻ. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് നമ്മൾ ആദ്യം കുറേ ക്രീം എടുത്ത് അപ്ലൈ ചെയ്താലും ഇതങ്ങോട്ട് റിമൂവ് ആയി കിട്ടണമെങ്കിൽ വളരെ കുറച്ച് ഹെയർ മാത്രമേ റിമൂവ് ആവുള്ളൂ. പിന്നെ അത് അപ്ലൈ ചെയ്ത് വീണ്ടും അത് 3 മിനിറ്റ് 4 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് വീണ്ടും അത് അങ്ങനെ കുറച്ച് ക്രീം കുറച്ച് കൂടുതൽ എടുക്കേണ്ടി വരും ഈ ഒരു പ്രൊഡക്റ്റിന്, വീറ്റിൻ്റെ ഈ ഒരു ഹെയർ റിമൂവർ ക്രീം എന്ന് പറഞ്ഞ ഈ ഒരു പ്രൊഡക്റ്റിന്. അങ്ങനത്തെ ചെറിയൊരു പ്രശ്നം മാത്രമേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. ബാക്കി ഇതിൻ്റെ റിസൾട്ട് കിട്ടുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി നിങ്ങൾ ക്രീം എടുത്ത് യൂസ് ചെയ്ത് ട്രൈ ചെയ്തിട്ട് കംപ്ലീറ്റ്ലി നിങ്ങൾ ആ ഒരു മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പം നിങ്ങൾ കുറച്ച് കൺസിസ്റ്റൻസി മാത്രം എടുത്തതിന് ശേഷം, വളരെ തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്, എന്നിട്ട് ഇതേപോലത്തെ ഇതിൻ്റെ കൂടെ തന്നെ കിട്ടും, നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിൽ ഞാൻ കാണിക്കുന്നുണ്ടല്ലോ വീഡിയോയിൽ. കുറച്ച് എടുത്തതിന് ശേഷം നമ്മുടെ ഹെയറിന് അപ്ലൈ ചെയ്തിട്ട് ആ ഒരു വീറ്റിൻ്റെ കൂടെ കിട്ടുന്ന ആ ഒരു പ്രൊഡക്റ്റ് കൊണ്ടിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാ ഹെയറിലും കൂടെ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തതിന് ശേഷം മാക്സിമം 4 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ വെയിറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹെയറിൻ്റെ അകത്തോ അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് മീശയുടെ മേലോ ഒന്നും നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് ജസ്റ്റ് തൊടുക പോലും ചെയ്യരുത് കേട്ടോ. ഹെയർ കംപ്ലീറ്റ്ലി പോകുന്നൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. വളരെ കെയർ ചെയ്തിട്ട് മാത്രം ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ.
എന്നിട്ട് നമ്മുടെ കാലിന് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഞാൻ ഏകദേശം 3-4 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. അപ്പം ഞാനൊരു 4 മിനിറ്റ് വരെ വെച്ചിട്ടുണ്ട്, അതിനപ്പുറം വെക്കണ്ട കേട്ടോ. ഇത് ഞാൻ 4 മിനിറ്റ് വെച്ചാൽ മാക്സിമം ഒരു 3 മിനിറ്റ് വരെ വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ഈ ഒരു വീറ്റിൻ്റെ കൂടെ ഈ ഒരു ഫ്രീ ആയിട്ട് കിട്ടിയ ഈ ഒരു പ്രൊഡക്റ്റ് വെച്ചിട്ട് ഈ ഒരു ജസ്റ്റ് ഞാൻ കണ്ടില്ലേ ആ ഒരു റോസ് കളറിൽ ആ ഒരു ഇത് വെച്ചിട്ട് നന്നായിട്ട് ഹെയർ റിമൂവ് ചെയ്യുക. ഹെയർ റിമൂവ് ചെയ്യാനാണ് ആ ഒരു നമുക്ക് ആ പ്രൊഡക്റ്റിനൂടെ ഫ്രീ ആയിട്ട് കിട്ടിയത്. എന്നിട്ട് അത് നന്നായിട്ട് ഹെയർ റിമൂവ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം അത് റിസൾട്ട് കിട്ടുന്നുണ്ടോ ഇല്ലയോ. ഇപ്പം എൻ്റെ ഏകദേശം ഒരു ഹെയർ നിങ്ങൾ കണ്ടില്ലേ. അല്ല, ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ. അപ്പോൾ ഞാൻ തന്നെ സത്യം പറയാൻ ഞെട്ടിപ്പോയി ഇതിൻ്റെ റിസൾട്ട് കണ്ടിട്ട്. നന്നായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് വെച്ചാൽ 100% നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള റിസൾട്ടാണ്. സോ ഐ ആം വെരി ഹാപ്പി. കാരണം എന്താ വെച്ചാൽ നന്നായിട്ട് നമുക്ക് ഹെയർ റിമൂവ് ചെയ്യാം. പക്ഷേ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ നമുക്ക് കുറച്ചേരം വെയിറ്റ് ചെയ്യണം കേട്ടോ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. നമുക്കാണെങ്കിൽ വെയിറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അത്രേ ഉള്ളൂ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാലും നമ്മളൊരു 3-4-5 മിനിറ്റ് മാക്സിമം നമ്മൾ ഇതിൽ ടോട്ടലുള്ള ടൈം കേട്ടോ. എന്നിട്ട് നമ്മളിത് ഓരോന്നോരോന്നായി പതുക്കെ ഇങ്ങനെ റിമൂവ് ചെയ്ത് കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഹെയർ കംപ്ലീറ്റ്ലി റിമൂവ് ആവട്ടോ. നല്ല റിസൾട്ട് തരുന്ന ഒരു പ്രൊഡക്റ്റാണ് വീറ്റിൻ്റെ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാവർക്കും നന്നായിട്ട് റിസൾട്ട് തരുന്ന ഒരു പ്രൊഡക്റ്റാണ്. പല എസൻസിലും അത് എന്താ പറയുക നമുക്ക് എല്ലാവർക്കും വാങ്ങാൻ കിട്ടും കേട്ടോ. ഇപ്പോൾ ഇന്നതെന്നില്ല. അപ്പോൾ ഞാനിത് സിൽക്കി ആൻഡ് ഫ്രഷ് ലുക്കുള്ള ഒരു പ്രൊഡക്റ്റാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റ്, നല്ല എമൗണ്ട് കുറച്ച് കൂടുതലാണ്, എന്നാലും നമുക്ക് നന്നായിട്ട് റിസൾട്ട് കിട്ടും. നമ്മൾ അതാണ് നോക്കുക. അപ്പോൾ ഞാനിത് ഫസ്റ്റ് തന്നെ അപ്ലൈ ചെയ്തപ്പോൾ ക്രീം അത്യാവശ്യം കുറേ എടുത്തിട്ട് പോലും കംപ്ലീറ്റ് ഫുൾ ഹെയർ റിമൂവ് ആയിട്ട് പിന്നെ ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ. എൻ്റെ ആദ്യത്തെ കാലം ഞാൻ കാണിച്ചു തരാം. ഇതെൻ്റെ ആദ്യത്തെ കാലമാണ്. നോർമലി നല്ല തിക്കായിട്ടുള്ള ഹെയർ ആണ്. ഇപ്പോഴത്തെ നോക്കിക്കേ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ഇവിടേക്ക് പിന്നെ ഞാൻ അങ്ങനെ അപ്ലൈ ചെയ്തിട്ടില്ല. രണ്ടും തമ്മിലുള്ള വ്യത്യാസം നോക്കിക്കേ. സോ എൻ്റെ ഫസ്റ്റത്തെ ആ ഒരു കാലിൻ്റെ ഹെയർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം അല്ലേ. അപ്പം പിന്നെ എത്രത്തോളം റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ എന്താ പറയുക കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇത് 100% നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. നന്നായിട്ട് റിസൾട്ട് കിട്ടുന്നുണ്ട്. എല്ലാവർക്കും എന്താ പറയുക ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് മനസ്സറിഞ്ഞുകൊണ്ട് തന്നെ വാങ്ങാൻ പറ്റിയ പ്രൊഡക്റ്റാണ്. പ്രൊഡക്റ്റിൻ്റെ എമൗണ്ട് കുറച്ച് കൂടുതലുണ്ടെന്നാലും എന്നാലും കുഴപ്പമില്ല, നമുക്ക് റിസൾട്ട് നന്നായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും 100% സാറ്റിസ്ഫൈഡ് ആയിരിക്കും ഈ ഒരു പ്രൊഡക്റ്റ്. ഒരുപാട് വ്യത്യാസമുണ്ട്. നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. പിന്നെ വന്നിട്ട് എനിക്ക് തോന്നുന്നു സോപ്പിട്ടിട്ടൊന്നും വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ നോർമലി തണുത്ത വാട്ടറിൽ തന്നെ വാഷ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. ഇഷ്ടമെങ്കിൽ മാത്രം നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സ് ഫാമിലി മാക്സിമം ഷെയർ ചെയ്യുക. ഒന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് ഇന്ന് രാത്രിത്തെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാം. അപ്പോൾ എല്ലാവരും നിങ്ങളും വെയിറ്റ് ചെയ്തിരിക്കുക. അടിപൊളി വീഡിയോ ആയിരിക്കും കേട്ടോ. നമുക്ക് വേഗം കൊണ്ട് രാത്രിത്തെ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ നിങ്ങളെ പോലെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് രാത്രിത്തെ വീഡിയോ വേണ്ടി കാണാം കേട്ടോ. എല്ലാവർക്കും ടാറ്റാ ബൈ, ലവ് യു ഓൾ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ മാത്രം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ അതേപോലത്തെ എല്ലാവർക്കും ഈ ചാനലിനെ കുറിച്ചൊന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. എല്ലാവരോടും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പറയാൻ മറക്കരുത്. അതേപോലത്തെ മാക്സിമം എല്ലാവരും ഒന്ന് ഇതുവരെ തന്ന സപ്പോർട്ടിന് എല്ലാവർക്കും നന്ദി. ഇനിയും അങ്ങോട്ട് സപ്പോർട്ട് കൊണ്ടുവരാം കേട്ടോ.